മൂത്തിട്ടുള്ള ചക്ക വേണം കേട്ടോ ഇതിലേക്ക് എടുക്കാനായിട്ട്. ഇനി ഇതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരല്പം ഉപ്പും ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ചക്ക വെന്ത് കിട്ടാൻ ആവശ്യത്തിനുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഒരു ഹൈ ഫ്ലെയിമിലിട്ട് 3 വിസിൽ വരുന്നത് വരെയാണ് നമ്മളിതിനെ വേവിച്ചെടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ചക്ക വെന്ത് വരുന്ന ആ ഒരു സമയത്തിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ബാക്കി കാര്യങ്ങൾ കൂടെ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 കപ്പ് വെള്ളം ഒന്ന് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഒരു അല്പം ഉപ്പും കളറിനായിട്ടും അതുപോലെ തന്നെ കുറച്ച് എരിവിനും വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂണോളം മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് തിളപ്പിക്കാനായിട്ട് വെക്കാം. അപ്പോൾ ഇത് തിളച്ച് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അരിപ്പൊടിയാണ്. അപ്പോൾ 1 കപ്പ് അരിപ്പൊടിയാണ് കേട്ടോ ഞാനിതിലേക്ക് എടുത്തിട്ടുള്ളത്. അത് വറുത്തതോ വറുക്കാത്തതോ ആയിട്ടുള്ള അരിപ്പൊടി എടുക്കാം. 1 കപ്പ് പൊടിയിലേക്ക് 2 കപ്പ് വെള്ളം എന്ന രീതിയിലാണ് കേട്ടോ ഞാനിപ്പോൾ അവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ പൊടിയുടെ അളവൊക്കെ കൂട്ടിയെടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് വെള്ളവും വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുത്താൽ മതി. ഇനി ഇതെല്ലാം കൂടെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം.